സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാശ്മീരാണ് ഉള്ളത്. കാശ്മീരിലെ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ളത്. കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് പ്ലാൻ ചെയ്താണ് കാശ്മീരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം പോകുന്നത്. നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ പുറകെ കാണുന്നത്. നമ്മളിന്ന് ഈ ഒരു ട്രാവലറിലാണ് 15 പേരും കൂടി പല സ്ഥലങ്ങളിലും പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സോനമർഗിലേക്കാണ്. കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് സോനമർഗ്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. കൃത്യം 8 മണിക്ക് തന്നെ നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ബ്രെഡും ജാമും കിഴങ്ങേറിയും പൂരിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബൊഫേ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാൻ പറ്റും. നമ്മുടെ ഈ കാശ്മീർ ട്രിപ്പിലെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സോനമർഗിലേക്ക് പോകണം. കാശ്മീരിൽ വന്നിട്ട് ആദ്യത്തെ യാത്രയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക്. അതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മളിപ്പോൾ യാത്ര തിരിക്കുന്നത് ശ്രീനഗറിൽ നിന്നാണ്. ശ്രീനഗറിലെ നഗരവീതിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ മാറി സോനമർഗ് എന്ന് പറഞ്ഞ മലയോര പ്രദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ജമ്മു കാശ്മീരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സോനമർഗ്. പോകുന്ന വഴികളെല്ലാം ഇതുപോലുള്ള ആട്ടിൻകൂട്ടത്തെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. ജമ്മു കാശ്മീരിലെ ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ കാണുന്നത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ മരങ്ങൾ കാണാൻ സാധിക്കും. നാളെ നമ്മൾ ആപ്പിൾ മരങ്ങൾ കാണാൻ വേണ്ടി മാത്രം പെഹൽഗാമിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സോനമർഗിലേക്ക് പോകുന്ന ടണലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ മിലിറ്ററി വാഹനങ്ങൾ സാധാരണയായി ഇവിടെ കാണപ്പെടുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരിയായി പൊയ്ക്കൊണ്ടേയിരിക്കും. സാധാരണ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പം നല്ല വീതി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം തന്നിട്ടുള്ളത്. സോനമർഗ് ടണലിലേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ഗണ്ടർബാൽ ജില്ലയിലാണ് സോനമർഗ് എന്നുള്ള ഈ ടണലുള്ളത്. 6.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു ടണൽ. കടുത്ത മഞ്ഞ് വീഴ്ചയുള്ളപ്പോൾ ഇസഡ് ആകൃതിയിലുള്ള ഒരു റോഡിനെ ഈ ഒരു ടണൽ മറികടക്കും. അതുകൊണ്ട് ഇനി വർഷം മുഴുവനും ഗതാഗത തടസ്സമില്ലാതെ സോനമർഗിൽ നിന്ന് ലഡാക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ 70 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് സോനമർഗിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് നല്ല ടണലുകളൊക്കെ കടന്നാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരുപാട് പോയിന്റിലേക്ക് നല്ല ടൂറിസ്റ്റ് പോയിന്റുകളുണ്ട്, വ്യൂ പോയിന്റ്സുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇനി പ്ലാൻ ചെയ്യണം. സോനമർഗിലെ ഒരു അടിപൊളി നദിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സിന്ധ് എന്നാണ് ഈ നദിയുടെ പേര്. വളരെ മനോഹരമുണ്ട് കാണുന്ന കാഴ്ചകൾ. മഞ്ഞില്ലെങ്കിലും സോനമർഗ് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല ഉരുളൻ കല്ലുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മുടെ ടീം അംഗങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് സോജില പാസ് വരെ കാറുകളിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളാരും ഹോഴ്സ് റൈഡ് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഈ നദിയുടെ കുറേ വീഡിയോസ് കാണിക്കാം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിന്ധ് നദി കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ്. 108 കിലോമീറ്ററോളം ഗന്ദർബാൽ ജില്ലയിലൂടെ ഒഴുകി ജലം നദിയിൽ ചേരുന്നു. ജലം നദിയുടെ ഒരു പോഷക നദിയാണ് സിന്ധ് നദി. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ് ജലം നദി. സിന്ധ് നദിയും സിന്ധു നദിയും ഒന്നല്ല കേട്ടോ, രണ്ടും രണ്ടാണ്. രണ്ടും 2 നദികളാണ്. ഇപ്പോൾ ഗന്ദർബാൽ ജില്ലയിലൂടെ ഒഴുകുന്നതാണ് സിന്ധ് നദി. ദൂരെയായി കാണുന്ന വെളുത്ത മലയില്ലേ, മഞ്ഞു പോയുള്ള കോലമാണ് ഈ കാണുന്നത്. 1 മണിക്കൂറോളം നദിക്കരയിൽ നമ്മൾ സമയം ചെലവഴിച്ചതിന് ശേഷം ഒരു 2 വാഹനത്തിലായിട്ട് സോജില പാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നുണ്ട്. സോജില പാസിലേക്ക് പോവുകയാണ്. ഒരു വണ്ടിയിൽ 7 പേരാണ് പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് ലേ ലഡാക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ മുതൽ 4 മാസത്തേക്ക് ഈ റോഡ് അടച്ചിടുന്നതാണ് മഞ്ഞുകൊണ്ട്. 20 അടിയോളം പൊക്കത്തിൽ മഞ്ഞ് വീഴുന്നതാണ്. നമ്മളിപ്പോൾ അമർനാഥ് പോകുന്ന ഒരു റൂട്ടിലാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ താഴെ പോകുന്ന വഴി കൂടാണ് അമർനാഥിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ പുറകിൽ കാണുന്നത്.
നമ്മളിപ്പോൾ സോജില്ല പാസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ലഡാക്കിലേക്ക് പോകുന്ന വഴിയിലാണ്. നമ്മളിപ്പോൾ ഇതുവരെ വരുന്നോളൂ. നമ്മൾ ഈ തൊട്ടുപുറയിൽ കാണുന്ന ഈ മലയ്ക്കപ്പുറം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പണ്ട് 1947 നമ്മളുമായിട്ട് വാറുണ്ടായിരുന്ന സമയത്ത് ഈ മലയുടെ സൈഡിൽ കൂടെ ഒക്കെയാണ് നുഴഞ്ഞു കയറി വന്നിട്ടുള്ളത്. അവർ സ്റ്റേ അടിച്ച സ്ഥലം ഇവിടെയായിരുന്നു. ഈ വലിയ മലകളുടെ താഴ്വാരങ്ങളിലൂടെ നടന്നപ്പോൾ ഒരു വാലി പോലെയാണ് അനുഭവപ്പെട്ടത്. ഇവിടെ ചെറിയൊരു തോട് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതോ ഒരു നദിയുടെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നടന്നു നോക്കാം. നമ്മൾ നേരത്തെ കണ്ട നദിയില്ലേ, കുറച്ച് വലുതായിട്ട് ഒഴുകുന്ന ഒരു ഭാഗത്തോടൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വലുതായിട്ട് ഒരു വലിയ നദിയായിട്ട് ഒഴുകുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരെ വന്നിട്ട് ഈ നദിയിൽ തൊട്ട് നോക്കാം. തണുപ്പിട്ടോ നോക്കട്ടെ. ഇതില്ല, നല്ല തണുപ്പുണ്ട്. ഫ്രീസായി. ഇത്തരത്തിലുള്ള അരുവികളോ നദികളോ കാണണമെങ്കിൽ ഹിമാചൽ പ്രദേശിലോ ഉത്തരാഖണ്ഡിലോ ജമ്മു കാശ്മീരിലോ പോകണം. ഒരു പ്രത്യേക ഭംഗിയാണ്. നാട്ടിലെങ്ങും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒഴുക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചുറ്റും ഉരുളൻ പാറകളും. കുറേ സമയം നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചു. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോയത്. മെയിൻ റോഡിൽ തന്നെയാണ്. 0 പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. എപ്പോഴും ഒരു -°C ഇവിടുത്തെ കാലാവസ്ഥയുള്ളത്. അതിന് മുകളിലേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് 0 പോയിന്റ് എന്നറിയപ്പെടുന്നത്. നമുക്ക് എന്തായാലും ആ വാർ മെമ്മോറിയൽ സ്ഥലത്തേക്ക് പോയിട്ട് വരാം. 1947-48 കാലഘട്ടങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ വീരമൃത്യുവിൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായാണ് ഇവിടെ ഈ ഒരു സ്മാരകം നിലകൊള്ളുന്നത്. 1948 ഓപ്പറേഷൻ ബൈസൺ നടന്ന സ്ഥലമാണ് ഈ 0 പോയിന്റ്. സോജില്ല പാസ് എന്ന ചുരവും കാർഗിൽ എന്ന ജില്ലയും ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു തന്ത്രപ്രധാനമായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബൈസൺ. 0 പോയിന്റിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴിയും പാകിസ്ഥാന്റെ കൺട്രോളിലായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വെച്ചും യുദ്ധം നടന്നിട്ടുള്ളതാണ് പാകിസ്ഥാനുമായിട്ട്. സോജില്ല പാസിൽ നിന്ന് ഇനി സോനാമർഗിലേക്ക് പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. നല്ല റൊട്ടിയും മട്ടൻ കറിയുമാണ് ഉള്ളത്. ഇനി ഒരു മട്ടൻ സൂപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിനി വരും. ഫുഡ് കഴിച്ച് കുറച്ച് സമയം കൂടി ഞങ്ങൾ നദിക്കരയിൽ സമയം ചിലവഴിച്ചു. ശേഷം ശ്രീനഗറിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും കുറെ കുതിരസവാരിക്കാർ നമ്മളെ ക്യാൻവാൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കുതിരസവാരി എടുക്കുന്നോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. നമ്മളെന്തായാലും പോകുന്നില്ല. നമുക്കിതാ ഈ ഒരു ഭാഗത്തൊക്കെ വിന്റർ സമയത്ത് വരാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പോയി കണ്ട കാഴ്ചകളൊന്നും വിന്റർ സമയത്ത് പോകാൻ പറ്റത്തില്ല. റോഡ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു കാശ്മീരിലെ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.